400 സീറ്റ് എന്നൊരു വലിയ ലക്ഷ്യവുമായിട്ടാണ് BJP ഇത്തവണ കളത്തിലിറങ്ങുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള എല്ലാ ചെറുതും വലുതുമായ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വമ്പൻ മുന്നണിയായിട്ട് മുൻപോട്ട് പോകാനുള്ള ശ്രമമാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് UP-യിൽ അവർ RLD-യുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. RLD നമുക്കറിയാം ചെറിയൊരു കക്ഷിയല്ല, വടക്ക് പടിഞ്ഞാറൻ UP-യിൽ ശക്തമായ സ്വാധീനമുള്ള പാർട്ടിയാണ്. 8 സീറ്റ് അവർക്ക് നിയമസഭയിലുണ്ട്. ജാട്ടുകളുടെ പാർട്ടിയാണ്. ആ പാർട്ടിയുമായിട്ട് ചർച്ച പുരോഗമിക്കുന്നു. പഞ്ചാബിൽ അകാലിദളുമായി ചർച്ചകൾ അവസാന വട്ടത്തിലാണ്. ആന്ധ്രയിൽ TDP-യുമായി രണ്ടാം വട്ട ചർച്ച പൂർത്തിയാക്കിയിരുന്നു. ജനസേന പാർട്ടി നിലവിൽ BJP-യുടെ ഒപ്പമുണ്ട്. TDP-യുമായി രണ്ടാം വട്ട ചർച്ച പൂർത്തിയാക്കിയിരുന്നു. തമിഴ്നാട്ടിൽ TTV, OPS വിഭാഗം, DMDK, PMK എന്നിവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ശരത് കുമാറും മറ്റുമൊക്കെ മത്സരിക്കുമെന്നൊരു സൂചനകൾ പുറത്തു വരുന്നു. രാജസ്ഥാനിൽ ഹനുമാൻ ബേനിവാളുമായി ചർച്ച നടത്തുന്നു. ഏതായാലും കൂടുതൽ സഖ്യകക്ഷികളെ കൂട്ടിക്കൊണ്ട് ചെറുതും വലുതുമായി എല്ലാ പാർട്ടികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക, ഒരു ജംബോ മുന്നണി തന്നെ രൂപീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക, 400 എന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തുക. BJPക്ക് തനിച്ച് 400 എന്നൊരു ടാർഗറ്റുമായിട്ടാണ് പോകുന്നത്. പക്ഷേ NDAക്ക് ഒരുപക്ഷെ ഈ സഖ്യങ്ങളെല്ലാം വന്ന് നല്ല രീതിയിൽ മുൻപോട്ട് പോയാൽ 400-ന് മുകളിൽ സീറ്റ് വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.